ഇടതുവശത്ത് കാണുന്നത് ഒരു പുതിയ കാര്യം ഒരാൾ പഠിക്കും, പഠിച്ചിട്ട് അയാൾ ചെയ്തു നോക്കും, ചെയ്തു കഴിയുമ്പോൾ അയാൾ തോറ്റു. ഒരു പുതിയ കാര്യം അയാള് പഠിക്കും, പഠിച്ച കാര്യം അയാള് ചെയ്തു നോക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യും? തോറ്റുമ്പോ അയാൾക്ക് എന്താ? നാണക്കേടായി, ഇനി ചെയ്യണ്ട, പിന്നെ പഴയ രീതിക്ക് പോകും. അതായത് ഞാൻ പറഞ്ഞു നിങ്ങളെടുത്ത്, നിങ്ങൾ കസ്റ്റമർ എടുത്ത് സംസാരിപ്പിച്ച്, അയാളെ കൊണ്ട് സംസാരിപ്പിച്ച് അദ്ദേഹത്തിന്റെ പെയിൻ മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഇനി കടയിൽ പോകുമ്പോൾ ഒരു കസ്റ്റമർ വരുമ്പോൾ കസ്റ്റമറോട് ചോദിച്ച് അയാളുടെ പ്രശ്നം കണ്ടുപിടിക്കാൻ നിങ്ങൾ 2 വട്ടം ശ്രമിക്കും. പക്ഷെ നിങ്ങൾ ആ 2 ശ്രമം പരാജയപ്പെടും. നിങ്ങൾക്ക് വേണ്ട രീതി അയാളെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പണ്ടത്തെ പോലെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ എന്താ? പഴയ റിസൾട്ട് തന്നെ കിട്ടും. കാര്യം പഴയ കാര്യം ചെയ്താൽ പഴയ റിസൾട്ട് അല്ലേ കിട്ടുള്ളൂ. ആപ്പിൾ ഇട്ടിട്ട് മുന്തിരിങ്ങ ജ്യൂസ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടുമോ? മുന്തിരിങ്ങ ജ്യൂസിന് മുന്തിരിങ്ങ തന്നെ ഇടണം അല്ലേ? അപ്പൊ പഴയ ഇൻപുട്ടിന് പുതിയ ഔട്ട്പുട്ട് വരില്ല, പഴയ ഇൻപുട്ടിന് പഴയ ഔട്ട്പുട്ട് തന്നെ വരും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ വിജയിക്കുന്ന ആളുകള് അവരും ഇതേപോലെ പുതുതായിട്ട് പഠിച്ച കാര്യം ചെയ്യും, ചെയ്തു കഴിയുമ്പോ തോക്കും നടത്തുന്നു, പഠിച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ചെയ്യും. വീണ്ടും അവർ ചെയ്യുമ്പോൾ തോറ്റു, വീണ്ടും പഠിക്കും. അങ്ങനെ എത്രയോ പ്രാവശ്യം തോറ്റു ഒരു ദിവസം ഇയാൾ അതിൽ മാസ്റ്ററായി മാറും. മറ്റേ ആളുണ്ടല്ലോ, ആദ്യത്തെ തവണ ചെയ്തിട്ട് മാറിക്കളഞ്ഞ ആള്, അയാളെ നോക്കിയിട്ട് വരും, അയാൾ എന്തൊരു ഭാഗ്യമായി, ഇതേ കാര്യം ഞാനും പഠിച്ചതാ, അവന് വർക്കായി, എനിക്ക് വർക്കായില്ല, അവന്റെ ഒരു ഭാഗ്യം. അവന്റെ ഭാഗ്യമാണോ? അവൻ സെൽഫ് റിഫ്ലക്ഷൻ എടുത്തു, ഓരോ തവണ പരാജയപ്പെട്ടിടത്തും പഠിച്ചു, മറ്റും പഠിച്ചില്ല, മറ്റൊന്ന് നാണക്കേടായി, സംഭവിക്കണം. ഇത് വെരി ഇമ്പോർട്ടന്റ് തമ്പ് റൂൾ ഇൻ ലൈഫാണ്. ബിസിനസ്സിൽ മാത്രമല്ല, ജീവിതത്തിലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും തോറ്റുപോകും. പല തവണ തോറ്റിട്ട് ഒരു നാണം ഇല്ലാണ്ട് വീണ്ടും ചെയ്യുന്നവന് അവകാശപ്പെട്ടതാണ് വിജയം. സോ ഇന്നിവിടെ പഠിച്ച കാര്യങ്ങൾ ഒരു തവണ ചെയ്ത് തോറ്റു എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് പഠിച്ച് വീണ്ടും ചെയ്യണം. എല്ലാ ദിവസവും വാട്ട് വർക്ക്, വാട്ട് നോട്ട് വർക്ക്, അതിൽ നിന്ന് എന്ത് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന എഴുതി തയ്യാറാക്കി 100 ദിവസം പണിതാൽ നിങ്ങൾ 100x പവർഫുൾ ആവും, 100x പവർഫുൾ ആവും ഓരോരുത്തരും.